അസ്സലാമു അലൈക്കും. ബിസ്മില്ല. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ക്ലാസ് 4 ദുറൂസുൽ ഇസ്ലാം സെക്കൻഡ് പാർട്ട്, അതിലെ 7ാമത്തെ പാഠവും അതിൻ്റെ തദ്രീബാത്തുമാണ്. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. നമുക്ക് ആ പാഠം ഒന്ന് നോക്കാം. അദ്ദറസു സാബിർ, 7ാമത്തെ പാഠം, യൗമുൽ ഫുർഖാൻ. ഈ പാഠത്തിൽ നമ്മൾ ബദ്ർ യുദ്ധത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഈ പാഠത്തിൻ്റെ ആദ്യത്തിൽ നോക്കൂ, നമുക്ക് ബദ്ർ പാട്ട് കൊടുത്തിട്ടുണ്ട്. കൂട്ടുകാർ അത് ഈണത്തിൽ പാടി പഠിക്കുക. നോക്കൂ, നമുക്ക് ഈ പാഠം നോക്കാം. ബദ്ർ ദിന പരിപാടിയിൽ ഉസ്താദ് പ്രഭാഷണം ആരംഭിച്ചു. അള്ളാഹുവേ, ഈ ചെറു സംഘം നശിക്കുകയാണെങ്കിൽ ഭൂമുഖത്ത് നിന്നെ ആരാധിക്കാൻ ആരും ഉണ്ടാവുകയില്ല. ബദറിലെ പന്തലിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റബ്ബിലേക്ക് കൈ ഉയർത്തി പ്രാർത്ഥിച്ചു. സ്വഹാബത്തിന്റെ കൈവശം ആയുധങ്ങളോ മതിയായ സന്നാഹങ്ങളോ ഉണ്ടായിരുന്നില്ല. അവർ അടിയുറച്ച ഈമാനോടെ ശത്രുക്കളെ നേരിട്ടു. അള്ളാഹു നബിയെയും സ്വഹാബത്തിനെയും സഹായിച്ചു. അവർ മിന്നുന്ന വിജയം കൈവരിച്ചു. 14 സ്വഹാബികൾ ഷഹീദായി. മുശ്രിക്കുകളിലെ 70 പേർ കൊല്ലപ്പെടുകയും 70 പേർ തടവിലാവുകയും ചെയ്തു. അവർ പിന്തിരിഞ്ഞോടി. ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ധർമ്മസമരമാണ് ബദർ. എന്തിനായിരുന്നു ബദർ? ആ ബദറിന്റെ കാരണമാണ് നമ്മൾ ഈ പാരഗ്രാഫിൽ പഠിക്കുന്നത്. മക്ക മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്വഹാബത്തിനെയും ക്രൂരമായി ഉപദ്രവിച്ചു. അക്രമം അഴിച്ചുവിട്ടു. സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ തീരുമാനിച്ചു. അവസാനം അവർ നാടും വീടും വിട്ട് മദീനയിലേക്ക് ഹിജ്റ പോയി. മുഹാജിറുകളുടെ സമ്പത്ത് മുശ്രിക്കുകൾ കൈക്കലാക്കി. മദീനയെ ആക്രമിക്കാൻ ആയുധങ്ങളും സമ്പത്തും ശേഖരിക്കാൻ തുടങ്ങി. കച്ചവടങ്ങളിലൂടെ നേടിയ ലാഭം അവർ അതിന് ഉപയോഗിച്ചു. ഇത് പ്രതിരോധിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിന്റെയും നിലനിൽപ്പിനാവശ്യമായിരുന്നു. ഈ സന്ദർഭത്തിൽ അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള ഒരു കച്ചവട സംഘത്തെ പിടിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും പുറപ്പെട്ടു. സംഘത്തിൽ 313 പേരുണ്ടായിരുന്നു. അബൂ സുഫിയാൻ വിവരമറിഞ്ഞു. സഹായത്തിനായി മക്കയിലേക്ക് ദൂതനെ അയച്ചു. അബൂജഹലിന്റെ നേതൃത്വത്തിൽ സർവായുധ സജ്ജരായ 1000ഓളം യോദ്ധാക്കളുള്ള ഒരു സൈന്യം ബദറിലേക്ക് പുറപ്പെട്ടു. ഹിജ്റ 2ാം വർഷം റമളാൻ 17 ബദറിൽ വെച്ച് ഇരു സംഘവും ഏറ്റുമുട്ടി. അടിയുറച്ച വിശ്വാസവും അള്ളാഹുവിന്റെ സഹായവും മുസ്ലിങ്ങൾക്ക് തുണയായി. അവർ വൻ വിജയം നേടി. ബദറിൽ പങ്കെടുത്തവരാണ് ബദരീങ്ങൾ. അവർക്ക് അള്ളാഹു വലിയ സ്ഥാനം നൽകിയിട്ടുണ്ട്. ഒരിക്കൽ ജിബ്രീൽ അലൈഹിസലാം നബിയോട് ചോദിച്ചു, ബദറിൽ പങ്കെടുത്തവരുടെ സ്ഥാനം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അവർ മുസ്ലിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ്. അതുകൊണ്ട് അവരുടെ പേരുകൾ എഴുതി നാം ബറക്കത്തെടുക്കുന്നു. അവരെ തവസ്സുലാക്കി നാം ദുആ ചെയ്യുന്നു. തവസ്സൽനാ ബിബിസ്മില്ലാ വബിൽ ഹാദി റസൂലില്ലാ വകുല്ലി മുജാഹിദിൻ ലില്ലാ വഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ്. എല്ലാവരും ജവാബ് ചൊല്ലി. സലാത്തുല്ലാ സലാമുല്ലാ അലാ ത്വാഹ റസൂലില്ലാ സലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ. ബദ്രീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മെ ഇരുലോകത്തും വിജയിപ്പിക്കട്ടെ. മൗലീദ് പാരായണ ശേഷം നോമ്പ് തുറന്നു. എല്ലാവരും തബറുക്കിന്റെ ഭക്ഷണം കഴിച്ചു. അപ്പോൾ കൂട്ടുകാർക്ക് ഈ പാഠം മനസ്സിലായല്ലോ. ഈ പാഠത്തിൽ നമ്മൾ ബദർ യുദ്ധത്തെക്കുറിച്ചാണ് പഠിച്ചത്. കൂട്ടുകാർ പാഠം നന്നായി വായിച്ച് പഠിക്കുക. ഈ പാഠത്തിന്റെ അവസാനം നമുക്കൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ബോക്സ് ഒന്ന് വായിച്ചു നോക്കാം. വലഖദ് നസറകുമുല്ലാഹു ബി ബദർ. അതിന്റെ അർത്ഥം നിശ്ചയം ബദറിൽ നാം നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. കൂട്ടുകാർ ആ അർത്ഥങ്ങളും അതിന്റെ അറബി പദങ്ങളൊക്കെ നന്നായി പഠിക്കുക. ഇനി നോക്കൂ, നമുക്കതിന്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിലെ 1ാമത്തെ പ്രവർത്തനം നോക്കൂ. നഖ്റഉ വനഫ്ഹം, വായിച്ച് മനസ്സിലാക്കാനുള്ളതാണ്. ഈ പാഠത്തിലെ പ്രധാനപ്പെട്ട വാക്കുകളും അതിന്റെ അർത്ഥങ്ങളും നമുക്കിവിടെ കൊടുത്തിരിക്കുന്നു. അൽ ബദരിയൂൻ, അതിന്റെ അർത്ഥം ബദരീങ്ങൾ. ഷഹീദ്, രക്തസാക്ഷി. ജിഹാദുൻ, ധർമ്മസമരം. തിജാറത്തുൻ, കച്ചവടം. തബറുക്ക്, ബറക്കത്തെടുക്കൽ. ജവാബ്, മറുപടി. യൗമുൽ ഫുർഖാൻ,
ബദർ ദിനം. അബൂ സുഫിയാൻ, ഖുറൈശികളുടെ കച്ചവട സംഘത്തിലെ നായകൻ. അഫ്ളലുൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠർ. ഇനി നോക്കൂ, തദ്രീബാത്തിലെ രണ്ടാമത്തെ പ്രവർത്തനം നംല ഉൽ ജദ്വൽ, പട്ടിക പൂർത്തീകരിക്കാനുള്ളതാണ്. മഅറകത്തു ബദർ, ബദർ യുദ്ധത്തെക്കുറിച്ചിട്ടുള്ള ഒരു പട്ടികയാണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത്. നേതാവ്, അവിടെ നമുക്ക് 2 കോളങ്ങൾ കാണാം, മുസ്ലിമോൻ, മുശ്രിക്കൂൻ. അപ്പോൾ അവിടെ മുസ്ലിങ്ങളിലെ നേതാവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടെ അത് എഴുതുക. മുശ്രിക്കുകളുടെ നേതാവ് അബൂജഹൽ. സൈന്യത്തിന്റെ എണ്ണം, മുസ്ലിമോൻ ആ ബോക്സിൽ നമ്മൾ 313, മുശ്രിക്കൂൻ ആ ബോക്സിൽ 1000. ആയുധശേഷി, മുസ്ലിമോൻ ആ ബോക്സിൽ മതിയായിരുന്നില്ല, മുശ്രിക്കൂൻ ആ ബോക്സിൽ സർവായുധർ. ബന്ധനസ്ഥനായവർ, മുസ്ലിമോൻ അവരിൽ ആരും ബന്ധനസ്ഥരായിരുന്നില്ല, മുശ്രിക്കുകൾ 70 പേർ ബന്ധനസ്ഥരായിരുന്നു, അപ്പോൾ 70 പേർ. വിജയികൾ, മുസ്ലിം സൈന്യമാണ് വിജയിച്ചത്, അപ്പോൾ മുസ്ലിമോൻ എന്നുള്ളിടത്ത് നമ്മൾ അത് എഴുതുക. മുശ്രിക്കുകൾ വിജയികളല്ല, അതുകൊണ്ട് അവിടെ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. അടുത്ത് നോക്കൂ, പരാജിതർ, മുസ്ലിം സൈന്യം വിജയികളാണ്, അപ്പോൾ വിജയികൾ എന്നുള്ള ബോക്സിൽ മാത്രം എഴുതിയാൽ മതി. പരാജിതർ മുശ്രിക്കുകളാണ്, അപ്പോൾ മുശ്രിക് സൈന്യം. കൂട്ടുകാർ ഇവിടെ കൊടുത്തതുപോലെ നോക്കിയിട്ട് ആ ബോക്സുകൾ പൂരിപ്പിക്കുക. ഇനി നോക്കൂ, തദ്രീബാത്തിലെ മൂന്നാമത്തെ പ്രവർത്തനം നുജീബ്, ഉത്തരം എഴുതാനുള്ളതാണ്. 1. എണ്ണവും സജ്ജീകരണവും കുറവായിട്ടും മുസ്ലിങ്ങൾ ബദറിൽ വിജയിച്ചു, എന്തുകൊണ്ട്? ഉത്തരം നോക്കൂ, മുസ്ലിങ്ങൾ അടിയുറച്ച ഈമാനോടെ ശത്രുക്കളെ നേരിട്ടു. അള്ളാഹു നബിയെയും സഹാബത്തിനെയും സഹായിച്ചു. അങ്ങനെ അവർ ബദറിൽ മിന്നുന്ന വിജയം കൈവരിച്ചു. രണ്ടാമത്തെ ചോദ്യം നോക്കൂ, ബദ്രീങ്ങൾക്ക് എത്രമാത്രം ശ്രേഷ്ഠതയുണ്ട്? ഉത്തരം, ബദ്രീങ്ങൾക്ക് അള്ളാഹു വലിയ സ്ഥാനം നൽകിയിട്ടുണ്ട്. ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം നബിയോട് ചോദിച്ചു, ബദ്രിൽ പങ്കെടുത്തവരുടെ സ്ഥാനം എന്താണ് എന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അവർ മുസ്ലിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് എന്നായിരുന്നു. മൂന്നാമത്തെ ചോദ്യം നോക്കൂ, ബദർ യുദ്ധത്തിന്റെ കാരണമെന്ത്? ഉത്തരം, മുഹാജിറുകളുടെ സമ്പത്ത് മുശ്രിക്കുകൾ കൈക്കലാക്കി. മദീനയെ ആക്രമിക്കാൻ ആയുധങ്ങളും സമ്പത്തും ശേഖരിക്കാൻ തുടങ്ങി. കച്ചവടങ്ങളിലൂടെ നേടിയ ലാഭം അവർ അതിന് ഉപയോഗിച്ചു. ഇത് പ്രതിരോധിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിന്റെയും നിലനിൽപ്പിന് ആവശ്യമായിരുന്നു. നാലാമത്തെ ചോദ്യം, ബദർ യുദ്ധത്തിന് ലോക ചരിത്രത്തിൽ തുല്യതയില്ല, എന്തുകൊണ്ട്? ഉത്തരം, സ്വഹാബത്തിന്റെ കൈവശം ആയുധങ്ങളോ മതിയായ സന്നാഹങ്ങളോ ഉണ്ടായിരുന്നില്ല. അവർ അടിയുറച്ച ഈമാനോടെ ശത്രുക്കളെ നേരിട്ടു. അള്ളാഹു നബിയെയും സ്വഹാബത്തിനെയും സഹായിച്ചു. അവർ മിന്നുന്ന വിജയം കൈവരിച്ചു. 14 സ്വഹാബികൾ ഷഹീദായി. മുശ്രിക്കുകൾ 70 പേർ കൊല്ലപ്പെടുകയും 70 പേർ തടവിലാവുകയും ചെയ്തു. അവർ പിന്തിരിഞ്ഞോടി. അങ്ങനെ ബദർ ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ധർമ്മസമരമായി മാറി. ഇനി നോക്കൂ, തദ്രീബാത്തിലെ നാലാമത്തെ പ്രവർത്തനം തഹസീസ്, അസൈൻമെന്റ് ചെയ്യാനുള്ളതാണ്. അതിലെ ഒന്നാമത്തെ പ്രവർത്തനം നോക്കൂ, ക്ലാസ്സിൽ ബദർ മൗലിദ് പാരായണം ചെയ്യുക. അപ്പം നമ്മുടെ വീടുകളിലൊക്കെ ഈ മൗലിദിന്റെ കിതാബുകൾ ഉണ്ടാവും. കൂട്ടുകാർ അത് നോക്കിയിട്ട് അത് പഠിച്ചിട്ട് ക്ലാസ്സിൽ പാരായണം ചെയ്യുക. തഹസീസ്, അതിലെ രണ്ടാമത്തെ പ്രവർത്തനം നോക്കൂ, മോയിൻകുട്ടി വൈദ്യരുടെ ബദർ പടപ്പാട്ടിലെ കവിതകൾ ശേഖരിച്ച് ക്ലാസ്സിൽ ആലപിക്കുക. അപ്പോൾ ഈ പ്രവർത്തനം നോക്കൂ കൂട്ടുകാർ, യൂട്യൂബില് ബദർ പടപ്പാട്ട് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. കൂട്ടുകാർ അതിലുള്ള കവിതകളൊക്കെ ശേഖരിച്ചിട്ട് ക്ലാസ്സിൽ ആലപിക്കുക. തഹസീസ്, അതിലെ മൂന്നാമത്തെ പ്രവർത്തനം നോക്കൂ, അസ്മാ ഉൽ ബദ്രിയീൻ ചാർട്ട് പേപ്പറിൽ ഭംഗിയായി എഴുതി ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുക. അപ്പൊ ഞാനിവിടെ കുറച്ച് പേരുകൾ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. കൂട്ടുകാരെ അതുപോലെ ബാക്കിയുള്ള പേരുകൾ ചാർട്ട് പേപ്പറിൽ എഴുതുക. നമുക്ക് ആ പ്രവർത്തനം ഒന്ന് നോക്കാം. കൂട്ടുകാരെ, അസ്മാ ഉൽ ബദ്രിയീൻ എന്ന് ഹെഡിങ് കൊടുക്കുക. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു, തൽഹത്ത് ബിൻ ഉബൈദില്ല റളിയല്ലാഹു അൻഹു, സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു, സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു, സഈദ് ബിൻ സൈദ് റളിയല്ലാഹു അൻഹു, അബി ഉബൈദത്ത് ബിനുൽ ജറാഹ് റളിയല്ലാഹു അൻഹു, ഉബയ്യ് ബിൻ ഖഅബ് റളിയല്ലാഹു അൻഹു, അൽ അർകം ബിൻ അബീൽ അർകം റളിയല്ലാഹു അൻഹു, അസ്അദ് ബിൻ യസീദ് അൽ ഖസ്റജി റളിയല്ലാഹു അൻഹു, അനസ് ബിൻ മുആദ് അൽ ഖസ്റജി റളിയല്ലാഹു അൻഹു, അനസത മൗല റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം റളിയല്ലാഹു അൻഹു, ഉനൈസ് ബിൻ ഖത്താദത്ത് അൽ ഔസി റളിയല്ലാഹു അൻഹു,
ഔസ് ബിനു സാബിത്തിൽ ഖസ്റജിയ്യി റളിയല്ലാഹു അൻഹു. ഔസ് ബിനു ഖൗലിയിൽ ഖസ്റജിയ്യി റളിയല്ലാഹു അൻഹു. ഔസ് ബിനു സാമിത്തിൽ ഖസ്റജിയ്യി റളിയല്ലാഹു അൻഹു. ഇയാസ് ബിനുൽ ബുക്കൈർ റളിയല്ലാഹു അൻഹു. ബുജൈർ ബിനു അബി ബുജൈറുൽ ഖസ്റജിയ്യി റളിയല്ലാഹു അൻഹു. ബഹാസ് ബിനു സഅലബത്തൽ ഖസ്റജിയ്യി റളിയല്ലാഹു അൻഹു. ബസ്ബസത ബിനു അംറുൽ ഖസ്റജിയ്യി റളിയല്ലാഹു അൻഹു. ബിശ്ർ ബിനുൽ ബറാ ഖസ്റജിയ്യി റളിയല്ലാഹു അൻഹു. കൂട്ടുകാര് ഇനിയും ബാക്കിയുള്ള പേരുകളൊക്കെ കണ്ടെത്തിയിട്ട് ചാർട്ട് പേപ്പറിൽ ഭംഗിയായിട്ട് എഴുതുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.